വെൽക്കം ബാക്ക് ട്രാവൽ ഗുഡ് സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്നത് 2012 തിയേറ്ററിൽ എത്തേണ്ടിയിരുന്ന ഒരു സിനിമ ഇപ്പോൾ 2025 ഇപ്പോൾ നമുക്ക് മുമ്പിൽ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. തമിഴ് സിനിമയാണ്. വിശാൽ നായകനായി എത്തുന്ന മതഗജ രാജ എന്ന സിനിമ. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് സുന്ദർസിയാണ്. അയാളുടെ ഒരുപാട് ഹൊറർ ടൈപ്പ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ല രീതിയിൽ കോമഡി കലർത്തി നല്ല സ്റ്റൈലിഷ് ആയിട്ട് എടുക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ് സുന്ദർസി. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇതാ ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയത് ഒരേ ഒരു കാര്യം, സന്താനം എന്ന് പറഞ്ഞ നായകൻ. അദ്ദേഹത്തിന്റെ ഓരോ ടൈമിങ്ങിനനുസരിച്ചുള്ള കോമഡി ഉണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ട് സിനിമയിൽ വർക്ക് ആയിട്ടുണ്ട്. സന്താനം വേറെ ലെവൽ തന്നെയാണ് ഈ പടത്തില്. വിശാലിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന്റെ വോയിസ് വേറൊരു രീതിയാണ്. ചില പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവുന്നില്ല. അത് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വിശാൽ എന്ന് പറഞ്ഞ നായകന്റെ കുറച്ച് ആക്ഷൻ സീൻസുകളും പിന്നെ അതേപോലെ തന്നെ സാധാരണ ഒരു മലാക്കാറ്റ് പടം വെറൈറ്റി ആയിട്ട് നമുക്കിപ്പോ ഒന്നും വലുതായിട്ട് എടുത്തു പറയേണ്ടതായിട്ടില്ല. പിന്നെ കുറച്ച് ഹോട്ട് സീൻസുകളൊക്കെ കാണണം എന്ന് താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണാവുന്നതാണ്. വരലക്ഷ്മിയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ബിക്കിനിയിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് ചാടുകയാണ്. ആ രീതിയിലുള്ള ഒരു പടമാണ്. ഭയങ്കരമായിട്ടുള്ള മേക്കിങ്, അതുപോലെ തന്നെ ഭയങ്കര ക്യാമറ വർക്കിംഗ്, എഡിറ്റിംഗ് പക്ക എന്നൊന്നും പറയുന്നില്ല, എല്ലാം വധമാണ്. പക്ഷേ ചുമ്മാ തിയേറ്ററിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു 5-6 പേരൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ, അതായത് പക്ക ലോക്കൽ കണക്കൊരു സിനിമ, ഒരു പടം കാണാൻ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഒരു സിനിമയെ സമീപിച്ച് എനിക്ക് തോന്നിയത് തികച്ചും ഒരു ആവറേജ് മൂവിയാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഒരു ചിത്രം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.